എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആക്ടർ മീനാക്ഷിയുടെ വീട്ടിലാണ്. ഇവിടെ ഞാനൊരു തിയേറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ കാണിക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഞാൻ ചേട്ടനെ അറിയാലോ, കണ്ണൻ സാഗർ നമ്മുടെ കോമഡി ഒക്കെ അതിൽ രാജാവ്, ഞാൻ വളരെയധികം ആരാധിക്കുന്ന ഒരു മനുഷ്യനും കൂടെയാണ്. അപ്പോൾ ചേട്ടനോട് ഫ്രീ ആണ് എൻ്റെ കൂടെ ഒന്ന് വരാമെന്ന് ചോദിച്ചു. ഫ്രീ ആണ് വരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം വന്നു. അപ്പോൾ തിയേറ്റർ ഞാൻ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ തിയേറ്ററിൻ്റെ വിശേഷങ്ങളിലോട്ടൊന്ന് പോകാം. അപ്പോൾ ചേട്ടാ, ആ തിയേറ്റർ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഒരു കുഞ്ഞ് തിയേറ്ററാണ്, പക്ഷേ അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം അത്ര സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മീനാക്ഷി, അതുപോലെ തന്നെ അനൂപ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അദ്ദേഹമൊക്കെ സിനിമയായിട്ട് വളരെയേറെ ബന്ധങ്ങൾ പുലർത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ ഒരു തിയേറ്ററിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞപ്പം കണ്ണനെ ഓടി വന്നത് ചെയ്തു കൊടുത്ത് ഞാനിപ്പോൾ അതിനകത്ത് സിനിമയിൽ നിന്ന് കണ്ടിട്ട് എന്ത് രസമെന്ന് അറിയുമോ. നമ്മൾ എന്താ വെച്ചാൽ തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്നല്ല, ഇതൊരു വേറൊരു ഒരു അറ്റ്മോസ്ഫിയറും വേറൊരു അനുഭൂതിയാണ് ഈ തിയേറ്ററിൽ. ഇത് എത്ര നാളെടുത്തോ കണ്ടപ്പോൾ? ഞങ്ങളൊരു 10-12 ദിവസം അങ്ങനത്തെ പെട്ടെന്ന്. ചെറിയ തിയേറ്ററിലായിരുന്നു. 12 ദിവസം കൊണ്ട് തീർന്നു. ശരി. ഈ വീട്ടിൽ ആദ്യം ഞങ്ങൾ തിയേറ്ററിൽ തീർന്നു. ഈ വീട്ടിലെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് നാളായി പണി നടക്കുന്നത്. പണി കഴിഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോൾ തിയേറ്റർ തീർത്തിട്ട് എനിക്ക് 5-8 മാസമായിട്ടുണ്ട്. അതിന് മേളിലായെന്ന് തോന്നുന്നു. ആയാലും നമുക്ക് മീനാക്ഷി കൂടെ വിളിച്ചിട്ടേ നമ്മളെന്നാൽ ഈ വീട് കംപ്ലീറ്റ് ആക്കിയിട്ട് ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ വീട് പണി പിന്നെ നീണ്ട് ചേട്ടൻ ഇങ്ങനെ ഓരോ ഐഡിയ കയറി വരും. അതനുസരിച്ച് അങ്ങനെ പോകും. അത് ശരിയാണ്. അദ്ദേഹം അനൂപ്, മീനാക്ഷിയുടെ അച്ഛനും വളരെ നല്ലൊരു രസികനുമാണ്. അദ്ദേഹം നല്ല സംസാരപ്രിയനാണ്. അപ്പം ഞാനത് ചുമ്മാ ചോദിച്ചു എങ്ങനെയുണ്ട് തിയേറ്ററെന്ന്. അദ്ദേഹം പറഞ്ഞു, കണ്ണാ ഒരു രക്ഷയില്ല. കാരണം പ്രത്യേകിച്ച് അഭിനന്ദനം കൊടുക്കുക. നമുക്ക് ഇതിനകത്ത് വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ തിയേറ്റർ നമ്മൾ പണിതു കഴിഞ്ഞു, പിന്നെ ആ പണിത ആൾ പിന്നെ വരത്തൊന്നുമില്ല. അവർ പിന്നെ അങ്ങ് പോയി കാശും മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം ആഴ്ച അപ്ഡേറ്റ്, തിയേറ്ററിൻ്റെ വിഷയങ്ങളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും ഞാൻ വേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ പണിക്കാർ വന്ന് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നൊക്കെ അങ്ങോട്ട് ചോദിച്ച് അന്വേഷിച്ച് വരും. അതിന് ഭാഗമായിട്ട് വന്ന കൂട്ടത്തിലാണ് എന്നെ ക്ഷണിച്ചതും എന്നാൽ നമുക്ക് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് എത്തിയത്. അപ്പം 100% വെക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിലിനോട് നീതി പുലർത്തുന്ന ആളെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ തിയേറ്ററിലെ വിശേഷം നമുക്ക് കാണണം. ഓക്കെ അല്ലേ? അപ്പോൾ കാണുമ്പോൾ നമുക്ക് തിയേറ്ററിനകത്ത് കയറിയാൽ നമുക്ക് കയറാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെല്ലാം എന്താ പറയുക, ബാല്യകാലത്തിലുള്ള നടിയായിട്ട് വന്ന് സിനിമാ ലോകം കീഴടക്കി, നല്ല അവതാരകയായിട്ട് വന്ന് എല്ലാവരുടെയും മനസ്സ് കീഴടക്കി എന്നൊക്കെ പറയേണ്ടി വരും. അതിലും മേളിലുണ്ടെങ്കിൽ അങ്ങനെ പറയണം മീനാക്ഷിയെക്കുറിച്ച്. മീനാക്ഷിയുടെ വീട്ടിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അതൊക്കെ ഒരു തിയേറ്റർ, അനൂപ്, അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് അനൂപ്, ഒരു തിയേറ്റർ സെറ്റ് ചെയ്തു. നമ്മുടെ കണ്ണനാണ് അത് സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആ തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ പടമൊക്കെ കൊണ്ട് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്, വളരെ ഒരു ഫീലാണ്. അപ്പോൾ നമുക്ക് ആ തിയേറ്ററിലേക്ക് വന്നെങ്കിൽ നമുക്ക് ചോദിക്കാം. നമസ്കാരം മീനാക്ഷി, സുഖമായിരിക്കുന്നുണ്ട്? ഓക്കെ. ഇത് തിയേറ്റർ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കണമെന്ന് സ്വയം തോന്നിയതാണോ, അത് അച്ഛൻ്റെ ഐഡിയ ആണോ? അച്ഛനാണ്. പണ്ട് തൊട്ടേ നമ്മൾ സിനിമ കാണാനായാലും എല്ലാ കാര്യത്തിലും ഈ ഫീൽഡിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് ആ ഇൻട്രസ്റ്റ് കിട്ടിയത് അച്ഛൻ്റെ അടുത്തു നിന്നാണ്. അച്ഛനാണ് ഇതിനെ പറ്റിയൊക്കെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടും ടെക്നോളജി വൈസ് ഒക്കെ കൂടുതൽ അറിയുന്നതും. അപ്പൊ അച്ഛനായിരുന്നു അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം. ആദ്യം തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഒരു അപാര കലാകാരനായ ചില ആൾക്കാർക്ക് അധികം അറിയാത്ത എന്ന്
പറഞ്ഞാൽ എഴുത്തിന്റെ മേഖല അറിയാത്ത, സിനിമയിലും അറിയാം, അതുപോലെ കണ്ണൻ സാർ എന്ന് പറഞ്ഞ ആളെ സിനിമയിൽ അറിയാം, മിമിക്രിയിലും അറിയാം, ഒക്കെ അറിയാം. പക്ഷേ ഉണ്ടല്ലോ അപാരമായ എനിക്കറിയാം പുള്ളി, ഞാൻ അത്യാവശ്യം വായിക്കാറൊക്കെ ഉണ്ട് ചെറിയ എഴുത്തിന്റെ മേഖലയിലേക്ക്. അപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ചില കമന്റുകൾ ചിരിപ്പിക്കുന്നതും ചിന്തിക്കും, ചെറിയ വാചകങ്ങളിലെ വലിയ അർത്ഥങ്ങളാണ് പുള്ളി. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് ആദ്യം താങ്ക്സ് പറയുന്നു. പിന്നെ അവിടെ എനിക്ക് ഇങ്ങനെ ഇരുന്ന് ഇരിക്കാൻ വീട് പണിയുമ്പോൾ ആദ്യത്തെ ചിന്ത അതിനകത്തൊരു തിയേറ്റർ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പം തിയേറ്ററിനെ കുറിച്ചുള്ള റിസർച്ച്, ഈ തിയേറ്റർ റിസർച്ചിൽ അതിൻ്റെ കാഴ്ചയുടെ ഭാഗമായ പ്രൊജക്ടുകൾ വരും. ഏത് പ്രൊജക്ടറാണ് നല്ലത്, നമുക്ക് എങ്ങനെ സ്പീക്കറുകൾ വരും, അതിൻ്റെ ടെക്നോളജി ഇവിടം വരെ ആയിട്ടുണ്ട്, അറ്റ്മോസ്ഫിയർ ഓരോരുത്തരും, ഇങ്ങനെ പലതും. ഇങ്ങനെ ഈ റിസർച്ച് നടത്തി വരുമ്പോൾ നമ്മൾ ആപ്റ്റായ ഒരാളെ കണ്ടെത്തുമല്ലോ, അതാണ് കണ്ണൻ എന്ന് പറഞ്ഞത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, കാരണം അയാൾക്ക് ഇതിനെക്കുറിച്ച് എല്ലാം അറിയാം. ഇപ്പം നമ്മൾ ചില ബിസിനസ്സുകാർ വന്നെന്നിരിക്കട്ടെ, ഇപ്പം ഒത്തിരി പേര് തിയേറ്റർ ചെയ്യാൻ വന്ന അവരിങ്ങനെ വന്നിട്ട് ഇത് മീനാക്ഷിയുടെ വീടാണ്, അതിന് ഇത്ര രൂപ എന്ന് പറയും. പക്ഷെ നമ്മൾ അപ്പോഴും ആലോചിക്കുമ്പോൾ അവരെ ബിസിനസ് ലൈനിൽ നിന്നാ പറയുന്നത്. പക്ഷെ കണ്ണൻ ഞാൻ കേട്ടിടത്തോളം പണ്ടിലെ കുഞ്ഞിലെ മുതൽ ചെറുപ്പത്തിൽ മുതൽ ഈ സൗണ്ടിൻ്റെ പ്രാന്തന പുള്ളി പണ്ട്. അപ്പോൾ അയാളുണ്ടല്ലോ, അയാളുടെ പരിമിതി നിന്ന് ഇത്തരം കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് അറിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇയാളുടെ ഈ കണ്ണൻ്റെ ഒരു കസിൻ പഠിച്ചിട്ട്, പക്ഷെ അതിന് എന്നോട് ആദ്യം ഇങ്ങനെ കണ്ണൻ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ആ കണ്ണനെ ശരിക്കും ആദ്യം ഇങ്ങനെ കോൺടാക്ട് ചെയ്യുന്നത്, സംശയം ചോദിച്ചാൽ എന്തോ ആണ് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അയാൾ മറുപടി പറഞ്ഞപ്പം കാരണം ഞാൻ കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് ആയിരുന്നു, കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ട്, ഈ സൗണ്ട് ടെക്നോളജി എല്ലാം പഠിക്കും. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുമായിട്ട് ചേരുന്ന ആളുണ്ട്. ഇപ്പം നമ്മളെ ഒരാൾ വേറെ കാര്യമുണ്ട്, നമ്മളിപ്പം തിയേറ്റർ ഉണ്ടാക്കണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് സ്ഥലം അത്ര മതിയാകുമോ അല്ലെങ്കിൽ എങ്ങനെ ആകുമെന്നുള്ള ചിന്ത ഓട്ടോമാറ്റിക് നമ്മളിലേക്ക് വരും. ഇയാള് അപ്പം ഞാനിങ്ങനെ പലരോടും ചിലർ പറയുന്നത് ഇതിൻ്റെ തട്ടങ്ങ് പൊളിക്കും, ഇത് ടെറസ് ആക്കി നമുക്ക് സഹിക്കാൻ പറ്റുമോ, ഒന്നാമത് വീട് പറിഞ്ഞ് നമ്മൾ ഈ നിക്കർ കയറുക എന്ന് പറഞ്ഞ അവസ്ഥ നിൽക്കുക. അപ്പോഴേ ഇവർ വന്ന് അത് പറിച്ചു ഇത് പറിച്ചു, ഇത്ര 15 ലക്ഷം. നമ്മൾ പല തിയേറ്ററും പോയി കാണുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് നമുക്ക് ഇതിന് എത്ര ചോദിക്കുമ്പോൾ നമ്മൾ ഞെട്ടും, 26 30 ലക്ഷം. നമ്മൾ വിചാരിച്ചു നമുക്ക് ഒരിക്കലും ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം ഈ സ്ഥലം കാണിക്കുമല്ലേ, കണ്ണ കണ്ടെത്തിയതാ. ഇതിന്റെ മുന്നേ ഉണ്ടല്ലോ, ഫസ്റ്റ് ചേട്ടൻ വന്ന് ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് നമ്മൾ തുണി വിരിക്കുന്ന സ്ഥലമായിരുന്നു, നമ്മൾ ഡ്രസ്സ് ഉണക്കി വിരിച്ചിടുന്ന. നമ്മുടെ താഴെ ഓൾറെഡി ഞാനൊരു സാധനമൊക്കെ സെറ്റ് ആയിരിക്കും. അപ്പൊ കണ്ണ വന്ന് കാണുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു കൊച്ചി ഏരിയ ആയിരുന്നു. അപ്പൊ ഇയാള് തന്നെ വന്ന് സ്ഥലം കണ്ടു. ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഏരിയ കാണിച്ചു ഞാൻ കണ്ടെത്തിയ ഏരിയ ഇങ്ങനെ അല്ലായിരുന്നു, നേരെയായിരുന്നു, നീളം വെച്ച്. അപ്പൊ കണ്ണനെ പറഞ്ഞ അങ്ങനെയല്ല, ഇങ്ങനെ ചെലവ് കുറയും, ചിലവ് വളരെ. അതാണ് അതിൽ ചിലവിനെ കുറിച്ച് ആലോചിച്ചു. അപ്പോൾ നമ്മുടെ പരിമിതി ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് ഇപ്പോൾ വലിയ പൈസ ഒന്നും കൂട്ടിയാൽ കൂടുന്ന ആൾ ചേട്ടാ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതിങ്ങനെ കാശുകാർക്ക് മാത്രമല്ല, കാശുകാർക്കും പറ്റും, വലിയ പൈസ ഉള്ളവർക്ക് പറ്റും, സാധാരണക്കാർക്ക് അതാണ്. അപ്പം പുള്ളി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഏതാൾക്കും പുള്ളി ഓക്കെയാണ്. അപ്പോൾ അതായത് അങ്ങനെ ഒരു കഴിവ് പുള്ളിക്കുണ്ട്. കാരണം ഞാനിത് നോക്കി ഈ ഒരു ഏരിയ ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കി ആ കണ്ണനോട് ചിലപ്പോൾ വഴക്കുണ്ടാക്കാം, കണ്ണൻ ഇത് എന്നെ ഇങ്ങനെ ഇരിക്കും, എൻ്റെ പൊന്നി ചേട്ടാ ഒന്ന് ഇറങ്ങി പോകാം, ഞാനിത് പിന്നെ ചെയ്തിട്ട് കൊണ്ട് വന്ന് കാണിച്ച് എങ്ങനെ കണ്ണൻ. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിക്കും ഇത് അത് കാണുമ്പോൾ നമ്മൾ ചിരി വരും, കുറേ അധികം വയറും വരും. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും. അപ്പം ഞാൻ കണ്ണനോട് അവിടെ തുള ഇവിടെ തുള എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ണൻ 2 പ്രാവശ്യം 2 സ്പീക്കർ വെക്കാൻ വേണ്ടി ഇവിടെ തുളച്ച് ഗതികെട്ട് തുളച്ചു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ പറയുന്നത് അല്ല ശരി. കാരണം നമുക്ക് അറിവുള്ള ഒരാളെ നമ്മൾ അംഗീകരിക്കും, അയാൾ പറയുന്നത് ശരി. അപ്പം ഞാൻ പിന്നീട് അത് അടക്കി വെച്ചത് കേട്ടോ. പിന്നെ കണ്ണൻ വന്നിട്ട് ഈ മൂളി അയാൾ ചെയ്ത ആദ്യത്തെ ഹെൽപ്പ് ഇതിൻ്റെ മൂളി ഷീറ്റാണ്. അപ്പോൾ ആദ്യം ആൾക്കാരൊക്കെ ഇതിന് മൂളി പഴ വീഴുമ്പോഴത്തേക്കും ഒച്ച കേൾക്കും, മറിച്ച് അത് ചൂട് വരും. നമ്മളിനി നട്ടുച്ചയ്ക്ക് അതിനകത്തിരിക്കുന്നത്, ഇപ്പോഴത്തെ ചൂട് എത്രയാണ് 40 ഡിഗ്രി അടുത്ത് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയാണോ ഫീൽ ചെയ്തത്? കാരണം പുള്ളി അതിൻ്റെ അടിയിൽ ഗ്ലാസ് വൂൾ എന്തോ ചെയ്തു, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അടിയിൽ നമ്മളൊരു അലുമിനിയം ഫോയിൽ ഉള്ള ഒരു ഷീറ്റുണ്ട്, അത് ഹീറ്റ് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം. എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് വെച്ച് പിന്നെ അതിൻ്റെ അടിയിൽ ഫൈബർ വൂൾ വെച്ചു 2 പ്രാവശ്യം സീലിംഗ് ചെയ്തു. ആദ്യം നമ്മൾ വി ബോർഡ് വെച്ച് സീലിംഗ് ചെയ്തു, അതിൻ്റെ അടിയിൽ ഈ സംഭവം അപ്ലൈ ചെയ്തു, പിന്നെ അതിൻ്റെ അടിയിലാണ് ഈ ഫാബ്രിക് ചെയ്തത്. അപ്പൊ ശരിക്കും ചേട്ടൻ മഴ പെയ്യുമ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട്. അല്ല ഇതിപ്പം അനുഭായി പറഞ്ഞ ആ ഏരിയ ഇപ്പം പൊക്കത്തിലും താഴ്ന്നു കിടക്കുന്നത് എങ്ങനെ അങ്ങനെ തന്നെ കിടക്കുമായിരുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്. അപ്പൊ എനിക്ക് ആ മുകളിലത്തെ കോസ്റ്റ് അല്ല, ഇത് വാർക്കാൻ പോയ രൂപ എത്ര വരും, വേറെ ഒരു ടഫ് ഷീറ്റ് വേണമെന്ന് പറഞ്ഞു. ഇത്രയും ടഫ് ഷീറ്റ് ഞാൻ പോയി അന്വേഷിച്ചു, ഈ കുഞ്ഞ് ഏരിയക്ക് 1 ലക്ഷം രൂപയോളം വരും. അപ്പം ഞാൻ അവിടെ എക്സ്ട്രാ പേയ്മെന്റിലേക്ക് പോയിട്ടില്ല, ചെറിയ എന്തൊരു പൈസ പുള്ളി അതിൽ കൊണ്ടുവന്നുള്ളൂ. അതാണ് അവിടുത്തെ ആദ്യത്തെ ഒരു പോസിറ്റീവായ വശം വരുന്നത്. ആ മോളിൽ നിന്ന് ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്
ചെരിച്ചായത്. അപ്പോൾ അവിടെ ഒരു 8 അടി 9 അടി ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ 6 അടി ഉണ്ടാവത്തുള്ളൂ. അപ്പം ഇതിൽ ഷേപ്പ് മാറ്റമായി പിന്നെയും പൈസ. പുള്ളി ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞത് പുള്ളിക്ക് മനസ്സിലായി. ഞാൻ അതത് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഈ സ്ഥലം കിടന്നതുപോലെ തന്നെ വെച്ചിട്ടാണ് ഞാൻ കണ്ണൻ ചേട്ടൻ വരുന്നതിന് മുന്നേയും ഇവിടെ തിയേറ്ററിന്റെ ഒരു ഐഡിയക്ക് വേണ്ടി കുറെ പേര് വന്ന സ്ഥലം നോക്കിയതാ. നോക്കി പോയതാണ്. അതിപ്പം എനിക്കറിയുന്ന ആൾക്കാരായാലും അച്ഛൻ്റെ ഫ്രണ്ട്സ് ആയാലും ഒക്കെ വന്ന് അവര് തിയേറ്റർ ചെയ്യാമെന്ന് ഉറപ്പിച്ച് തന്നെ വന്നിട്ട് പോയതാ. പക്ഷെ അച്ഛൻ ഇപ്പം സംസാരിക്കുമ്പോൾ തന്നെ അറിഞ്ഞൂടെ കുറെ ഇങ്ങനെ ഐഡിയ തിങ്ങി നിറഞ്ഞിരിക്കുന്നതും പിന്നെ ഓരോ അച്ഛൻ്റെ ഓരോരോ ഇഷ്ടങ്ങളുണ്ട്. അങ്ങനെ ഇരുന്ന് സിനിമ കാണണം, ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയിരിക്കണം തിയേറ്ററിന്, എനിക്ക് സൗണ്ട് ഇത്ര ഇതിൽ കിട്ടണം. അച്ഛൻ സിനിമ കാണുമ്പോൾ നമ്മളൊന്ന് മൂളാൻ പോലും പാടില്ല, ഒരു സൈഡിൽ ഒച്ച പാടൊന്നും പാടില്ല. ഒരു മണിക്കും 2 മണിക്കും സിനിമ കാണുന്നത്. അപ്പം അത്ര ഡെഡിക്കേറ്റഡ് ആയിരുന്നു. സിനിമ കാണുകയും റിവ്യൂ ചെയ്യുകയും ചെയ്യും. അച്ഛൻ നല്ലതാണെന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ട 100% അത് നല്ല സിനിമയായിരിക്കും. നമ്മളിപ്പോ ഒരു സിനിമ കാണാൻ ആഗ്രഹിച്ചു, അത് തിയേറ്ററിൽ വന്നിട്ട് പോയി പടം പോയി, പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ആ സൗണ്ട് ക്വാളിറ്റിയിലും ആ പിക്ചറിന്റെ അതേ വലിപ്പത്തിലും ഒക്കെ അതേ സിനിമ തന്നെ വീണ്ടും നമുക്ക് നമ്മളുടെ തിയേറ്ററിൽ കാണുക. അതെ, എത്ര ആവർത്തി കാണാം. കാരണം ഞങ്ങൾ ഇതിനൊക്കെ ഇഷ്ടം കാരണം ചെയ്ത എല്ലാ OTT എടുത്തിട്ടുണ്ട്. ഞാൻ മീനാക്ഷിയുടെ ചിത്രങ്ങളുണ്ടല്ലോ, ഒപ്പമുണ്ട് അല്ലെ, അമ്മയൊക്കെ ഉണ്ട്, അത് ഇവിടെ ഇട്ട് കണ്ടിട്ട് എങ്ങനെ തോന്നി? അത് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. ഞാൻ പൊതുവെ എന്റെ സിനിമകൾ അങ്ങനെ കാണത്താള. ഞാൻ എന്റെ സിനിമ ആയാലും ഞാനിപ്പോ എന്റെ ഷോസ് ആയാലും ഒന്നും എനിക്ക് എന്റെ ഒച്ച ഒന്നും കേൾക്കുന്നത് ഇഷ്ടമല്ല. അത് കണ്ടു കഴിയുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താമെന്ന് സ്വയമായിട്ട് തോന്നും. ഭയങ്കരമായിട്ട് അയ്യേ എന്നാ ചെയ്യുന്നത് ഞാൻ ഭയങ്കരമായിട്ട് തോന്നും. അത് നല്ല കേട്ടോ, ഒരു ഭാഗ്യം കൂടാ. കാരണം നമ്മളഭിനയിച്ച സിനിമ എനിക്ക് എപ്പോഴും കുറ്റമാണ്. എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ഭയങ്കര കുറ്റമുള്ള, അതുകൊണ്ട് ഞാനായിട്ട് അതങ്ങനെ കാണാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് അപ്പൊ അങ്ങനെ കുറെ പേര് വന്നിട്ടും അവര് ചെയ്യാതെ പോയി. പക്ഷെ കണ്ണൻചേട്ടനുമായിട്ട് അച്ഛൻ ഓക്കെ ആയി എന്നുള്ളത് അച്ഛനെ കഴിഞ്ഞും കൂടുതൽ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമുള്ള കേസായിരുന്നു. കാരണം ഇത് ഒരാളായിട്ട് ഒത്തുപോവാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. കാരണം അവര് വന്നിട്ട് പറയും അല്ല അനുവേട്ട നമുക്കിത് ഇങ്ങനെ ചെയ്യാം. അപ്പൊ അച്ഛൻ പറയും ഇല്ല അത് പറ്റില്ല, അത് എന്റെ ഇഷ്ടത്തിന് ഇത് ഇങ്ങനെ ചെയ്യണം. ഇഷ്ടം എന്ന് പറയുന്നത് എന്നാ അവരുടെ സയൻസും എൻ്റെ സയൻസുമായിട്ട് ഒക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു അറ്റ്മോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അതെന്താണെന്നോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. 5.1 അതിൻ്റെ ടെക്നോളജി എന്താ, അപ്പം അത് അവർ പറയുന്നത് അങ്ങനെ വരുന്നില്ല. ഞാൻ കൺക്ലൂഷൻ പറഞ്ഞ അച്ഛൻ്റെ കൂടെ ഒത്തുപോകാൻ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ കണ്ണൻചേട്ടൻ ആരുടെ കൂടെ വേണേ വർക്ക് ചെയ്യാം. ഫോർ ഷുവർ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ വിളിച്ച് ഏത് ചെയ്യാൻ പറ്റും. ആരെ വിഷം ഇന്നും ബുദ്ധിമുട്ടാവത്ത്. എൻ്റെ ഇത്ര രൂപയുള്ളൂ, എനിക്ക് പുള്ളി അതിനൊരു സാധനം ഉണ്ടാക്കി തരും. പക്ഷെ ആ സാധനം തന്നെ ഉണ്ടല്ലോ ഇതുമാതിരി എല്ലാ കാര്യങ്ങളും ഒത്തതായിരിക്കും. ഇപ്പൊ ഞാൻ പുള്ളിയോട് ഇപ്പൊ നമുക്കുണ്ടല്ലോ പോൾ ക്ലിപ്സ് അങ്ങനെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ പൈസക്ക് അനുസരിച്ച് അത് ഏതും എടുക്കാം. അപ്പൊ നമ്മളിപ്പോ ഒരു സ്പീക്കർ മേടിക്കണം ഇപ്പൊ ഒരു 60,000 രൂപ 1,00,000 രൂപ വേണമെന്നിരിക്കട്ടെ. ചിലപ്പോ കണ്ണൻ അതുകൊണ്ട് വേറെ എന്തെങ്കിലും വിദ്യ ഉപയോഗിച്ച് പുള്ളി ഉണ്ടല്ലോ അത്രയും എഫക്ട് തന്നെ വേറെ കുഞ്ഞു ചെലവിൽ ഉണ്ടാക്കി. ഞാൻ തന്നെ അദ്ദേഹത്തോട് ചുമ്മാ സംസാരിച്ചു കൊടുത്തി പറഞ്ഞു ഇത് നമുക്ക് എത്ര രൂപ ഇതിനകത്ത് ഒരു തിയേറ്റർ ഉണ്ടാക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞ് എത്ര രൂപ എന്നല്ല, നമുക്ക് തരുന്ന ആ സ്പേസും നമുക്ക് തരുന്ന ആ ഇടവും എത്രയുണ്ടെന്ന് ആദ്യം എനിക്ക് കാണണം. എന്നിട്ട് നമ്മളിലുള്ള സാമ്പത്തികം എത്രയുണ്ടോ അത് വെച്ചിട്ട് അതൊക്കെ ചെയ്യും, ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് എന്നാണ്. ഞാൻ തന്നെ കണ്ണൻ ചെയ്ത പല വർക്കും ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ. അപ്പൊ ഇവിടെ ഈ പാലായിലൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തിയ ഒരു സ്ഥലം കണ്ണൻ ഒരു അവരുടെ പേയ്മെന്റ് പൈസ ഉള്ളവരാ, പക്ഷെ അവർ അതിനു വേണ്ടി മുടക്കാൻ ഉദ്ദേശിച്ചത് വളരെ കുറവാണ്. ബോണിന്ന് കണ്ട ആളുടെ പേര് തോന്നുന്നു, ഹോട്ടലൊക്കെ നടത്തുന്ന ബോണി. അപ്പൊ അവരുടെ വീട്ടിൽ TV വെച്ച് പുള്ളി ഇതുപോലെ അത്ഭുത പ്രവൃത്തി കാണിച്ചിട്ടുണ്ട്. നല്ലൊരു അത് ചെറിയ പേയ്മെന്റ് അല്ലെ, ഒരു ചെറിയ എമൗണ്ട് കുറച്ച് ഒരു സ്ഥലത്താ. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാ എഫക്റ്റും പുള്ളി ചെയ്തിട്ടുണ്ട്. ഞാൻ അത് പോയി കണ്ടു. ആ കാർ സ്പീക്കറൊക്കെ വെച്ച് കളിച്ചേക്കുന്നതാന്ന് എനിക്ക് തോന്നുന്നത്. 3-way സ്പീക്കർ വെച്ച് സൂപ്പറാണ്. അതായത് ഇത്രേ ഉള്ളൂ. ഈ വീട്ടിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് സ്ഥലം എന്ന് വെച്ചാൽ ഇതാ. മീനാക്ഷി, എന്തോ നമ്മുടെ കണ്ണൻ ഭായ് തിയേറ്റർ ഉണ്ടാക്കി തന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുകളിൽ ഒരുപടി മേളിൽ അതൊക്കെ ചെയ്തു, അത് പറയുകയും ചെയ്തില്ല. ഇവിടെ നിന്ന് സിനിമ കണ്ടിട്ടുള്ള അനുഭവം, ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഇവിടുത്തെ എക്സ്പീരിയൻസ് എനിക്ക് അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ഞങ്ങളുടെ തിയേറ്റർ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെ ഒരു സിനിമ കാണാൻ നമ്മൾ നല്ലൊരു തിയേറ്റർ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചങ്ങ് പോകണം. അപ്പോൾ അത് മാറി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ അങ്ങനെ അടുത്ത് തിയേറ്ററുള്ള വീടുകളില്ല.
ഞങ്ങളുടെ ഇവിടെ. അപ്പം ഇപ്പൊ നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ അനൂപിന്റെ വീട്ടിൽ തിയേറ്റർ ഉണ്ടല്ലോ, നമുക്ക് അവിടെ പോയി കാണാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് സിനിമ കാണാറുണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ആ സിനിമ തിയേറ്റർ കാണുന്ന അതേ എക്സ്പീരിയൻസ് ആണ് ഇവിടെ കാണുമ്പോഴും കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ പുതിയൊരു സിനിമ ഇറങ്ങുമ്പോഴായാലും നമുക്ക് പുറത്തുള്ള തിയേറ്ററിലേക്ക് പോകാനുള്ള ഒരു എന്താ പറയാ, ഒരു താല്പര്യം കുറവാ സത്യം. അത് OTT വരുമല്ലോ, പിന്നെ നമുക്കിരുന്ന് കാണാം എന്നുള്ള ഒരു തോന്നലാണ്. ഞങ്ങൾക്ക് ഏറ്റവും സുഖവും സന്തോഷവും ഇവിടെ ഇരുന്ന് കാണാം. അല്ല, മീനാക്ഷിയെ സംബന്ധിച്ച് സെലിബ്രിറ്റി കൂടെ ആയതുകൊണ്ട് ഒരു സിനിമ കാണാൻ ഒരു ഫിലിം തിയേറ്ററിൽ ചെല്ലുമ്പോൾ എന്തൊക്കെയായാലും കുറച്ച് പേര് ഫോട്ടോ എടുക്കാനോ കുറച്ച് ആൾക്കാരല്ലേ, അതൊക്കെ ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെയൊക്കെ ഉണ്ടാകും. പിന്നെ പോയാലും ഒരു ദിവസം എങ്ങനെയായാലും ഒരു ദിവസം അതിനു വേണ്ടി മാറ്റി വെക്കണം ഒരു സിനിമ കാണാൻ വേണ്ടി അല്ലേ. അതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാലും നമ്മുടെ വീട്ടിലൊരു തിയേറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സിനിമ കാണാം. അതെ, നമുക്ക് എപ്പോഴും ഞങ്ങള് വീട്ടിലുള്ള ദിവസം അച്ഛൻ പറയും ഇത് ഭയങ്കര നഷ്ടമാണല്ലോ, കാരണം ഞങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് മറ്റേത് നമ്മൾ ഒരു സിനിമ കണ്ട് തിരിച്ചിങ്ങ് പോരല്ലേ. ഇത് നമ്മൾ രാവിലെ തുടങ്ങിയാ ഞാനും പിള്ളേരും കൂടെ കയറും, രാവിലെ തുടങ്ങി ഞങ്ങളൊരു വൈകുന്നേരം വരെ ഇതിന്റെ ഉള്ളിലായിരിക്കും. ഞങ്ങളുടെ വെക്കേഷൻ ഇപ്രാവശ്യം സത്യം പറഞ്ഞ ചേട്ടൻകാരനാണ്, ഞങ്ങൾ വെക്കേഷന് ടൂർ പോയിട്ടില്ല, ഞങ്ങൾ തിയേറ്ററിലായിരുന്നു. അതെ, എന്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറി കണ്ടാറേ, ഞാൻ ഓരോ സിനിമയും കണ്ടിട്ട് ഇങ്ങനെ എപ്പോഴും സ്റ്റോറി ഒക്കെ അപ്ഡേറ്റ് ചെയ്തിടാറുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ചേട്ടന്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത്. ഞാനും വന്നപ്പോഴും ഇത് കണ്ടപ്പോഴും എനിക്കും നല്ലൊരു അദ്ദേഹം ചെയ്ത ഒരുപാട് തിയേറ്ററുണ്ട്. ഞാൻ കുറച്ച് തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ അലൻസിയറിന്റെ വീട്ടിൽ അതൊക്കെ തിയേറ്റർ ഉണ്ട്, അത് ഗംഭീരമാണെന്ന് പറയുന്നു. അതെ അതെ, അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ചേട്ടന്റെ വീട്ടിലോടൊക്കെ പോകാറുണ്ട്. ഞാൻ ചേട്ടന്റെ വീട്ടിലെ തിയേറ്ററിൽ വന്നിട്ടുണ്ട്, അതും നല്ല രസമാണ്. ചേട്ടന്റെ വീട്ടില് അത് നമ്മൾ ഷൂട്ട് ചെയ്താണ്, നല്ല രസമുണ്ട്, നല്ല രസമുള്ള തിയേറ്ററാണ്. പക്ഷെ ഇവിടെയും ഈ ഉള്ള സൗകര്യമൊക്കെ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് തുണി വിരിക്കുന്ന സ്ഥലമായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആൾക്കാർ അപ്പോഴും ഇങ്ങോട്ട് കയറി വരുന്ന ഈ ഗ്യാപ്പിൽ പ്രതീക്ഷിക്കുന്നില്ല ഇത്രയും വലിയൊരു സംഭവം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ആരും എക്സ്പെക്ട് ചെയ്യത്തില്ല. അതെ, പക്ഷെ ഇത് ചെയ്ത് തുടങ്ങിയപ്പോഴും ഇതിന് നെഗറ്റീവ് അഭിപ്രായമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഉൾപ്പെടെ ഇത് നന്നായി വരില്ല, കാരണം ഇത് നിങ്ങൾ സൗണ്ട് ലീക്കേജ് ഉണ്ടാവും, പുറത്തുള്ള ആൾക്കാർക്ക് ബഹളം, കാരണം അച്ഛൻ 2 മണിക്കും 3 മണിക്കൊക്കെ ഇവിടുന്ന് സിനിമ കാണും. അപ്പോൾ പുറത്തേക്ക് ഭയങ്കരമായിട്ട് വോയിസ് കേൾക്കും എന്നൊക്കെ പറയാം. പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അറിയേയില്ല. അതാണ് എക്സ്പീരിയൻസ്. ഏതായാലും മീനാക്ഷിയോട് ഒന്ന് ചോദിക്കാം, നമ്മുടെ തിയേറ്ററിന്റെ ഈ അനുഭവം വെച്ചിട്ട് നമുക്ക് മറ്റുള്ളവരേക്ക്, നമ്മുടെ പ്രേക്ഷകരായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പരിപാടി കാണുന്നവരിലേക്കോ അല്ലെങ്കിൽ തിയേറ്റർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവില്ല, അവരോട് എന്താ ഒന്നും പറയാൻ പറ്റുന്നത് എന്തായിരിക്കും? ഉറപ്പായിട്ടും അങ്ങനെ ഒരു ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ടീമാണ് കണ്ണഞ്ചന്റെ ഒക്കെ. അപ്പൊ ഞാൻ ഉറപ്പായിട്ടും ഇവരെ പ്രിഫർ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം, കാരണം പിന്നെ പറ്റത്തില്ല. നമ്മളിത് നോക്കിയിരുന്ന് നമ്മൾ ഇതിനു വേണ്ടി അങ്ങനെയും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊരു അതിമോഹമാണ്, നമുക്കിപ്പോ അതിന്റെ ആവശ്യമില്ല. കുറച്ചൊക്കെ ജാടയാണെന്നൊക്കെ, പക്ഷെ അല്ല, അത് നമ്മുടെ ഒരു ഡെയിലി ഒരു സന്തോഷത്തിന്റെ ഭാഗമായി. ഇപ്പൊ വീടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എസെൻഷ്യൽ ആയിട്ട് വീടുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു തിയേറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം, ഇത്രയും സ്ട്രെസ്ഡ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന എല്ലാ വീട്ടിലും എല്ലാവർക്കും ഉണ്ടാകും കുറെ ടെൻഷനും അതും ഇതും ഒക്കെ കുറെ കാര്യങ്ങൾ. പക്ഷെ അതിനൊക്കെ വലിയൊരു റിലീഫാണ്. നമ്മുടെ എന്താ പറയാ, ഇങ്ങനെ ഒരു തിയേറ്റർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പൊ എന്നെ കഴിഞ്ഞു അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള ആൾക്കാരെ കഴിഞ്ഞും കൂടുതൽ പുറമേ നിന്നുള്ള ഒരുപാട് പേർക്ക് ഇത് ഒത്തിരി ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ചെറിയ ചെറിയ മൂവീസ് ഒക്കെ ചെയ്യുന്ന ഇപ്പൊ ഒരുപാട് പേര് ഈ ഫീൽഡിലൊക്കെ വരാൻ ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട്. ഇപ്പം ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായാലും അവരൊക്കെ. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ഒരു തിയേറ്ററിനെ പറ്റി ചിന്തിക്കുന്നതിനോട് എനിക്ക് നല്ല അഭിപ്രായം. കാരണം ഇതൊരിക്കലും ഒരു വേസ്റ്റേജ് ഓഫ് പൈസയല്ല. നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് പൈസ, അയ്യോ അത്രയും തിയേറ്റർ പണിതെന്റെ പൈസ പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് നമുക്ക് 100% ഉപയോഗം വരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണം എന്നേ ഞാൻ പറയത്തുള്ളൂ. തീർച്ചയായിട്ടും കണപ്പിന് ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ പറഞ്ഞിട്ട് വിളിച്ചു വെച്ചാൽ നമ്പർ വരും. ഓക്കെ, അപ്പം എന്താ ഇനി പറയുന്നത്, വളരെ മുഖത്തിന് സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് ചെറിയൊരു സങ്കടം മീനാക്ഷിയുടെ മുഖത്ത് കിടക്കുന്ന പോലെ തോന്നുന്നു. ഇതിന് വലിപ്പം കുറഞ്ഞു, ശകല വലിപ്പത്തിൽ ഉണ്ടാക്കായിരുന്നു ഇപ്പൊ തോന്നുന്നു. അത് നമുക്ക് എന്ത് കിട്ടുമ്പോഴും കുറച്ച് കൂടുതലുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് ആ പ്രശ്നമില്ല കേട്ടോ. എനിക്ക് കാരണം എനിക്ക് ഇത് ആദ്യം കടന്നത് ആരും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം ഇത് ആദ്യം വെറുതെ വെയിൽ അടിച്ച് മറ്റേ ഷീറ്റ് ഇട്ട് കിടന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഒരു സാധനം പൊങ്ങി വരും ആരും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് അങ്ങനെ
എന്നൊക്കെ പറഞ്ഞു. അത് അതുപോലത്തെ ഒരു സംഭവമാണിത്. അങ്ങനെ ഇച്ചിരി കൂടെ വലുതൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ ഭയങ്കര കംഫർട്ടാ. അതല്ലേ ഇപ്പം മീനാക്ഷിയുടെ അനുഭവങ്ങളും അച്ഛനും ഒക്കെ പറഞ്ഞില്ലേ, അനുഭവം അദ്ദേഹം പറഞ്ഞില്ലേ, അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്, അതിന്റെ വലിയ അനുഭവമാണ്. അത് മാത്രല്ല ഒരു കാര്യം കൂടെ ഉണ്ട് ചേട്ടാ, എന്താണെന്ന് അറിയാം, നമ്മളിപ്പം ഇങ്ങനെ ഒരു തിയേറ്റർ ഇപ്പൊ ഈ വീഡിയോ കണ്ടു, കാണുമ്പോഴേ നമ്മുടെ മനസ്സിലൊരിത് അയ്യോ നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ നമുക്കും ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയിട്ട് നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാതിരിക്കരുത്. ഇൻ കേസ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇത്ര രൂപയേ ഉള്ളൂ, അപ്പൊ നമ്മൾ അത് വെച്ചൊന്നും എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല എന്ന് സ്വയം തീരുമാനിച്ച് അങ്ങനെ വിളിക്കാതിരിക്കരുത്. വെറുതെ വിളിച്ച് ചോദിച്ചു നോക്കാം, ചേട്ടൻ അങ്ങനെ വിളിച്ച് എന്താ മോശമായിട്ട് സംസാരിക്കുന്ന ആളൊന്നും അല്ല എന്തായാലും, അതുകൊണ്ട് വെറുതെ വിളിച്ച് ചോദിച്ചേക്കാതെ ഞങ്ങളുടെ കയ്യിൽ ഇത്ര പൈസയേ ഉള്ളൂ, ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞെന്നാൽ എനിക്ക് തോന്നുന്നു ചേട്ടൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചത്. സോ നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കുക, ഈ പൈസക്ക് ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഞങ്ങൾ ഇത്ര സ്ഥലമുള്ളൂ ഇതിൽ ചെയ്യാൻ പറ്റുമോ എന്ന് വെറുതെ വിളിക്കുന്നതുകൊണ്ട് മുടക്കൊന്നുമില്ലല്ലോ, നമുക്ക് ഒന്ന് വിളിച്ച് ചോദിച്ചേക്കാം, അത്രേ ഉള്ളൂ. ഏതായാലും നല്ല എക്സ്പീരിയൻസ് ആണ് സംഭവം. അപ്പം തിയേറ്ററിൽ നല്ല നല്ല സിനിമകൾ ഇപ്പോൾ OTT ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ചിത്രങ്ങൾ നമുക്ക് അന്നേരം അപ്ഡേറ്റ് പടപെടാതെ കാണാം കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഇതുപോലുള്ള തിയേറ്ററുകൾ തൊട്ടടുത്തുണ്ടെങ്കിൽ അവിടെ പോയി വീടുകളിലുണ്ടെങ്കിൽ ഒന്ന് കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മീനാക്ഷിയുടെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണൻ്റെ വീട്ടിലുണ്ട് തിയേറ്റർ, അവിടെ വന്ന് ഒരു സിനിമയൊന്ന് കാണുവാണെങ്കിൽ അതൊരു വലിയൊരു അനുഭവമായിരിക്കും. എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും നന്ദി, നന്മകൾ നേർന്ന സസ്നേഹം, കണ്ണൻ സാക്കർ. താങ്ക് യു, ബൈ. അപ്പോൾ അനുഭായ്, പടം കണ്ടിട്ട് ഭയങ്കര ഫീലാണ് സിനിമയിൽ നിന്ന് കണ്ടിട്ട്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, സ്വന്തമായിട്ടൊരു തിയേറ്റർ വന്നു, അപ്പം ഇതിനുള്ള അനുഭവങ്ങളൊക്കെ സ്വന്തമായിട്ട് നമുക്കെന്തെങ്കിലും പറയാൻ കാണുമല്ലോ? ഉണ്ട്. അതായത് ഇപ്പം ഇവിടെ നമുക്ക് നിലവിലുള്ള എല്ലാ ടെക്നോളജിയും വന്നിട്ടുണ്ട്. ഉദാഹരണം 4K ആണ്, 4K പ്രൊജക്ടറാണ് നമുക്ക് അത് ഇണങ്ങുന്ന വിധി. ഇനിയിപ്പോൾ ഈ സാധനം ഭയങ്കര ഇഷ്ടമായി പ്രൊജക്ടർ. അപ്പോൾ കണ്ണൻ ഇത് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞായിരുന്നു, ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് TV കാണാം. പക്ഷേ ഞാൻ TV കാണുന്ന ആളായിരുന്നു, കാരണം TV കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും, ഡോൾബി വിഷൻ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ട് അങ്ങനെ അതതിൻ്റെ ശരിയാണ് ടെക്നിക്കലി. പക്ഷേ ഇങ്ങനെ കണ്ടാൽ പിന്നെ നമുക്കത്, കാരണം ഇതിൻ്റെ പുറകിൽ ഇത് കണ്ണൻ ചെയ്ത് ഞാൻ പറഞ്ഞു ഇത് അത്യാവശ്യം എനിക്ക് വരുന്ന TV കാണണം. ഈ സ്ക്രീൻ പോലും ഒരു 2 ഹിഞ്ചസിൽ വിചാരിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് വേണേൽ പൊക്കി മുകളിൽ കൊടുത്ത് അതിൻ്റെ TV അതിനൊരു ഹോം തിയേറ്റർ സെറ്റപ്പ് വേറെയുണ്ട് ഈ സ്ക്രീനിന്. അതാണ് എൻ്റെ പ്രത്യേകത. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ എന്നോടൊന്ന് ആള് പറഞ്ഞു ഇതൊന്നും ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല. ശരിയാ, അത് നമുക്കത് താഴത്തെ അത്രയും വലിയ TV നമുക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ ഉപയോഗിച്ചിരുന്ന സോണി പോലും ഇപ്പം എനിക്ക് സഹിക്കാൻ പറ്റുന്നത് എന്നാൽ നമുക്ക് പോരാ. അതായത് ഇവിടെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് 4K HDR+ ആണ് സംഗതികൾ വന്നത്. അത് തന്നെ സൗണ്ട് ടെക്നോളജിയാണ്, എല്ലാ ടെക്നോളജികളും അതിലിപ്പോൾ വന്ന് ഡോൾബി അറ്റ്മോസ് വരുന്ന അതിലേറ്റവും നന്നായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ വേണേൽ നമുക്കിങ്ങനെ പറയാം 7.2 ഇവിടെ പോലെ 2 അല്ല 3 ഉണ്ട്, 3 സബ്ബോർഡം വന്നിട്ടുണ്ട്. 7.3.4 എന്ന് പറയേണ്ടി വരും. കൺകാഴ്ചയിൽ അങ്ങനെയാണ്. അതായത് ഈ റിസീവറിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്നതിന് മാക്സിമം പണി എടുപ്പിച്ചിട്ടുണ്ട്, അതാ പറയുന്നത്. പക്ഷെ അവനെ ഒന്നും അതിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ അതെനിക്ക് തോന്നുന്നു ഇവർ കണ്ണനൊക്കെ എനിക്ക് അതിന് 100 സൗണ്ട് ഉണ്ടെങ്കിൽ ഒരു 70 കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുക. ഞാൻ പോലും അതിൻ്റെ ക്യൂട്ട്നെസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു 50 താഴെ ഉപയോഗിക്കുന്നു. പുറത്തുനിന്ന് ഒരാൾ വന്നോ ഇട ഇത് ചങ്കിടിച്ച് മറ്റേ അറ്റാക്ക് വല്ലതും വരുമല്ലോ എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. പക്ഷേ ഈ കണ്ണൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരികയും പുള്ളിയുടെ തിയേറ്ററിൽ പോകുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് പേടിയാണ്, ഇനിയും പുതിയ സാധനങ്ങളുണ്ട്. അതായത് നമ്മൾ ഇടിയൊക്കെ വെട്ടും മിന്നി വെട്ടുമ്പോൾ നമ്മൾ ഓടി വരിക, കാരണം ഇതിനകത്ത് എന്തെങ്കിലും പറ്റുകയാണെന്ന് ഞാൻ അന്ന് ഇവരോട് പറഞ്ഞിരുന്നു. കാരണം ഇവർക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം നല്ല ധാരണയുള്ളവരാണ്. അതായത് ഒരു പ്ലഗ് ഊരിയിടുമ്പോൾ ഇതിനകത്ത് കറണ്ട് ഫുള്ള് മാറണം. അതുപോലെ തന്നെ എനിക്ക് ഒരു ഒറ്റ സ്വിച്ചിൽ തന്നെ അത് സോളാറേലോ ഇൻവേർട്ടറേലോ അല്ലെങ്കിൽ KCBയിലോട്ട് മാറ്റാൻ പറ്റണമെന്ന് പറഞ്ഞു. അവരെല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ വന്നിട്ട് ഇപ്പോൾ എനിക്കിഷ്ടമുള്ള ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സോളാറേലാണ്. അപ്പം ആ ഒരു സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മാത്രം മതി. തിയേറ്റർ പോലും അറിയാത്ത പോലെയാണ്. അതുപോലെ തന്നെയല്ലേ നമ്മൾ ഒന്നൊരു പ്ലഗ് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കണക്ഷനും കേസ് അല്ലെങ്കിൽ കറണ്ടും കാസ്റ്റ് അവിടെ വരെയുള്ളൂ, ഇങ്ങോട്ട് വരികയാണ്. പക്ഷേ അതേ ഒരു കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ ചിലവിൽ ഒരസൗകര്യം ഇല്ലാതെ ഈ പുറത്തു നോക്കി ഇങ്ങനെ ഒരു തിയേറ്റർ ഇതിനകത്തുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാനിത് വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ഇത് എൻ്റെ ഇഷ്ടം കൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്തൊരു എന്നാ ഇങ്ങനെ പറയുന്നത് വിചാരിക്കും. അതുകൊണ്ട് ഞാനിത് ഇവിടെ കൊണ്ട് നിർത്തുക, ഇനി കണ്ടറിയാന്നുള്ളതേ ഉള്ളൂ.
ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്നാന്നറിയോ, ഈ വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞു അവരുടെ രീതി അനുസരിച്ച് അതൊരു പാർട്ട് കൊണ്ട് വെക്കുമായിരിക്കും. കണ്ണൻ ഇവിടെ ഇട്ടിരുന്നുകൊണ്ട് കുത്തിയിരുന്ന് ഉണ്ടാക്കുക, അതായത് ക്ലോത്തോ സ്പോഞ്ചോ എന്തൊക്കെയോ മെറ്റീരിയൽ ഇട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതാ അതിൻ്റെ ഒരു രസം. പക്ഷേ വേറെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഈ സൗണ്ട് പ്രൂഫിങ് സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എല്ലായിടത്തും ഓക്കെ ആയിരിക്കും. പക്ഷേ ഉണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ ഇരുന്ന് വരച്ച് ഇവരുടെ പണിക്കാരും കൊള്ളാം കേട്ടോ, എല്ലാം സൂപ്പറാണ്. ഏതാൾക്കും അവരുടെ ഇഷ്ടത്തിന്. കാരണം നിങ്ങൾ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണോ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പണ്ട് മുതലുള്ള ആഗ്രഹമാണോ, നിങ്ങളുടെ അതിൽ മാത്രം പൈസ ഉണ്ടോ ഇല്ലയോ ഒന്നും ഭയപ്പെടില്ല. പുള്ളിയെ വിളിച്ച് എൻ്റെ ഇത് ഇത്രയേ ഉള്ളൂ, എന്നെ ചെയ്യാൻ പറ്റും, എൻ്റെ ഉള്ളത് ഇത്രയുള്ള ഈ സ്ഥലമേ ഉള്ളൂ, ഈ മുറിയേ ഉള്ളൂ, പുള്ളി ചെയ്തിരിക്കും. നമ്മൾ ചില ആൾക്ക് നമ്മുടെ ഇപ്പോൾ പൈസയില്ല, അല്ലെങ്കിൽ നമുക്കിപ്പം കുറച്ചുകൂടെ അങ്ങനെ വിചാരിക്കില്ല ഒരിക്കലും. കാരണം നമുക്ക് നമ്മുടെ പ്രായത്തിന് ഒരു പ്രശ്നമുണ്ട്, നമ്മളത് തിരിച്ചറിയില്ല. അതായത് നമ്മുടെ പ്രായം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മുടെ കൃത്യസമയത്ത് അല്ലെങ്കിൽ കിട്ടുന്ന ഒരു സാധനത്തിനായിരിക്കും കൂടുതൽ വാല്യൂ ഉണ്ടാവുക. നമ്മൾ പൈസയൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വയ്ക്കാമെന്ന് ചിലപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കുറയാം, നമ്മുടെ ശബ്ദത്തിൽ കേൾവിക്ക് കുറച്ച്, അതായത് നിങ്ങൾ നിൽക്കുന്ന ഏജ് ഏതാണോ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ചേർക്കാതായിരിക്കും നല്ല. അതായത് സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒട്ടും താമസിക്കേണ്ട. അതായത് നമുക്ക് കുറേ കഴിഞ്ഞ് ചെയ്യാം എന്ന് വിചാരിക്കില്ല. ഇത്തിരി കടമായാലും കുഴപ്പമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ചെയ്താലേ അല്ലെങ്കിൽ കണ്ടാലേ മനസ്സിലാവുള്ളൂ. കാരണം എപ്പോഴും നമ്മൾ വിചാരിക്കും കുറച്ചൊക്കെ ആയിട്ട് 2 വർഷം കഴിയട്ടെ, അല്ലെങ്കിൽ 3 വർഷം കുറച്ചൊക്കെ ആയിട്ട് നമുക്കൊന്ന്. അങ്ങനെയല്ലത്. ശരിക്കും നമ്മൾ ഈ 2 വർഷത്തിന് മുമ്പുള്ള ആയുസ് അല്ലെങ്കിൽ ഡേയ്സ് നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടിയല്ല. അപ്പം അതൊന്ന് ആലോചിച്ച് നോക്കി. എന്നെ സംബന്ധിച്ച് എനിക്കിത് കുറച്ചുകൂടി നേരത്തെ കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ നേരത്തെയാണ് കുറച്ചുകൂടെ പടങ്ങൾ കാണാമായിരുന്നല്ലോ, കുറച്ചുകൂടി സന്തോഷമായിരുന്നു. നമ്മുടെ അത്ര സമയം പോയല്ലോ എന്നാണ് വിചാരിക്കും. സിനിമ ഇഷ്ടപ്പെടുന്നവർ ആണെങ്കിൽ ഇത് ചെയ്ത് കഴിയുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ചെയ്ത് നോക്കുക, കണ്ടു നോക്കുക. പറ്റുമെങ്കിൽ ഒരഭിപ്രായം കൂടെ എഴുതിയിട്ടേക്കുക, നിങ്ങൾ കണ്ടിട്ട് എവിടെയെങ്കിലും. താങ്ക് യു. അപ്പം വളരെയേറെ സന്തോഷം. അപ്പോൾ നിങ്ങളും ഈ എക്സ്പീരിയൻസ് മനസ്സിലാക്കിയെങ്കിൽ തീർച്ചയായും തിയേറ്ററുകൾ നിർമ്മിക്കാൻ തയ്യാറാവുക. അത് ഉണ്ടാക്കി തരുവാൻ നമ്മുടെ പ്രിയ സഹോദരൻ കണ്ണൻ കൂടിയുണ്ട്. അപ്പോൾ അനുഭവങ്ങൾ പങ്കുവെക്കാൻ നമ്മുടെ താരത്തിൻ്റെ പിതാവിനെ പോലെയുള്ള ആൾക്കാരുണ്ട്. എന്നിരുന്നും നമുക്ക് ഏത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചെറിയ ചെറിയ കൊച്ചു ആഗ്രഹങ്ങൾ അത് വളരെ സന്തോഷപ്രദമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നിറഞ്ഞ സസന്തോഷം. ബൈ. കണ്ണൻ സാഗർ.